ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ വെള്ളയപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. 4 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അത് കഴുകിയെടുത്ത് നമുക്കതിലേക്ക് 1 കപ്പ് ചോറും 1/4 കപ്പ് തേങ്ങയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ചുടാൻ നോക്കുമ്പോഴേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. കുറച്ച് വെള്ളം ചേർത്തിട്ടേ അരക്കാവൂ. അപ്പോൾ ആദ്യത്തേത് ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചരിയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളതും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കാം. 2 തേങ്ങയുടെ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഞാനിവിടെ വെയിറ്റ് ഇടുന്നുണ്ട്. മാവ് പൊങ്ങി മറിയാതിരിക്കാനുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് രാവിലെയാണ് ചുട്ടെടുക്കേണ്ടത്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ മാവ് നോക്കുമ്പോൾ നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. അങ്ങനെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇനി ഒരു സ്പൂൺ മാവ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതാ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അതുപോലെ എല്ലാം ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാ വെള്ളയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.